കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ദൈവം പിശാചിനെ സൃഷ്ടിച്ചുവോ എന്നതിനെ കുറിച്ചിട്ടാണ്. പ്രതിഭാശാലിയായ ഒരു ദുഷ്ടശക്തിയാൽ ലോകത്തിലെ മിക്ക ആളുകളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ നശിപ്പിക്കുന്നതിന് ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ അന്ധകാര പ്രഭു നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്നതാണ്. പലരും അവനെ ഒരു സാങ്കല്പിക കഥാപാത്രമായി മാത്രമേ കരുതുന്നുള്ളൂ. എന്നാൽ അവൻ യാഥാർത്ഥ്യമാകുന്നു. അവൻ കുടുംബങ്ങളെയും സഭകളെയും രാഷ്ട്രങ്ങളെയും ശിഥിലമാക്കുകയും കഷ്ടതയും ദുഃഖവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പുസ്തകമായ ബൈബിൾ അവൻ്റെ പേർ വെളിപ്പെടുത്തുന്നു. അവൻ്റെ പേരാണ് സാത്താൻ അഥവാ പിശാച്. ഈ അന്ധകാര പ്രഭുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവനെ ജയിക്കുവാനുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് വിസ്മയ സത്യങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടുന്നു. ഒന്നാമതായി, ആര് നിമിത്തമാണ് പാപം ഉത്ഭവിച്ചത് എന്ന് നോക്കാം. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്ന് 1 യോഹന്നാൻ 3:8 പറയുന്നു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അങ്ങനെ വെളിപ്പാട് 12:9 വ്യക്തമാക്കുന്നു. പിശാച് എന്നറിയപ്പെടുന്ന സാത്താനാണ് പാപത്തിൻ്റെ കാരണഭൂതൻ. തിരുവെഴുത്തുകൾ കൂടാതെ തിന്മയുടെ ഉൽപ്പത്തി അറിയുവാൻ നമുക്ക് കഴിയുകയില്ല. പിശാച് എന്ന് വിളിക്കപ്പെടുന്ന സാത്താൻ മുഖാന്തരമാണ് പാപം ഉത്ഭവിച്ചത്. രണ്ടാമതായി, സാത്താൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവൻ്റെ പേര് എന്തായിരുന്നു? അവൻ അപ്പോൾ എവിടെയായിരുന്നു പാർത്തിരുന്നത്? അപ്പോൾ അവൻ്റെ പേർ ലൂസിഫർ എന്നായിരുന്നു. അവൻ സ്വർഗത്തിൽ വസിക്കുകയായിരുന്നു. യെശയ്യാവ് 14 പ്രകാരം ലൂസിഫറിനെ ബാബിലോണിലെ രാജാവിനോട് സദൃശ്യമാക്കിയിരിക്കുന്നു. അതുപോലെ യെഹെസ്കേൽ 28 പ്രകാരം അവനെ സോരിലെ രാജാവിനോട് ഉപമിച്ചിരിക്കുന്നു. സാത്താൻ പാപം ചെയ്യുമ്പോൾ അവൻ സ്വർഗത്തിലായിരുന്നു. അരുണോദയ നക്ഷത്രം എന്ന അർത്ഥമുള്ള ലൂസിഫർ എന്നായിരുന്നു അവൻ്റെ പേർ. മൂന്നാമതായി, ലൂസിഫറിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? അവൻ എന്ത് പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിച്ചിരുന്നത്? ബൈബിൾ അവനെ എപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. മറ്റു ദൂതന്മാരെ സൃഷ്ടിച്ചതുപോലെ ലൂസിഫറിനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എഫേസ്യർ 3:9 അതറിയുവാൻ കഴിയുന്നു. ലൂസിഫർ മറയ്ക്കുന്ന കെരൂബ് അഥവാ ദൂതനായിരുന്നു. ഒരു വലിയ ദൂതൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഇടത്തും മറ്റൊരു ദൂതൻ വലത്തും നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 99:1. ഇപ്രകാരം ഉയർന്ന പദവി വഹിച്ചിരുന്ന ദൂതന്മാരുടെ തലവനായിരുന്നു ലൂസിഫർ. ലൂസിഫറിൻ്റെ സൗന്ദര്യം വിസ്മയിക്കുന്നതും യാതൊരു ഊനുമില്ലാത്തതും ആയിരുന്നു. അവൻ്റെ ജ്ഞാനം സമ്പൂർണമായിരുന്നു. അവൻ്റെ തേജസ് അസൂയവാഹകമായിരുന്നു. യെഹെസ്കേൽ 28:13 പ്രകാരം അവനെ ഒരു ഗായകനാക്കുന്നതിന് വേണ്ടി അവൻ്റെ തൊണ്ട പ്രത്യേകമായി ഒരുക്കുന്നതായി കാണുവാൻ കഴിയും. സ്വർഗീയ ഗായക സംഘത്തെ അവൻ നയിച്ചിരുന്നു എന്ന് ചിലർ ചിന്തിക്കുന്നു. ലൂസിഫർ ദൈവം സൃഷ്ടിച്ച സ്വർഗത്തിലെ ഒരു ദൂതനായിരുന്നു. അവൻ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവനും ആയിരുന്നു. നാലാമതായി, ഇത്രയും ജ്ഞാനസമ്പൂർണനും മാതൃകാപരവുമായ ലൂസിഫർ എന്തുകൊണ്ടാണ് പാപം ചെയ്യത്തക്കവണ്ണം ലൂസിഫറിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന് വിരോധമായി എന്ത് പാപമാണ് അവൻ ചെയ്തത് എന്ന് നോക്കാം. അവനിൽ അസൂയ, തൃപ്തിയില്ലായ്മ, ഉന്നതഭാവം മുതലായ പാപങ്ങൾ അവനിലുണ്ടായി. യെഹെസ്കേൽ 28:17 യെശയ്യാവ് 14:13-14 ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. ദൈവത്തെ സിംഹാസന ഭ്രഷ്ടനാക്കുവാൻ ശ്രമിക്കുകയും എല്ലാവരും തന്നെ ആരാധിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് സ്വർഗീയ ഭരണകൂടത്തിന് എതിരായ ഏറ്റവും വലിയ കുറ്റമായിരുന്നു. എന്തുകൊണ്ട് ആരാധന ഇത്ര പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നൊന്ന് ചിന്തിക്കാം. ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാധനയാകുന്നു മുഖ്യ വിഷയം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിലൂടെയാണ് ഈ സന്തോഷം പൂർണ്ണമാകുന്നത്. പാപം ചെയ്യാത്ത ദൂതന്മാരെ പോലും ആരാധിക്കാൻ പാടില്ല.
വെളിപ്പാട് 22-ാം അധ്യായം 8-9 വചനങ്ങളിൽ ആദിയിൽ തന്നെ സാത്താൻ ആരാധന ആവശ്യപ്പെട്ടിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മരുഭൂമിയിൽ യേശുവിനെ പരീക്ഷിച്ചപ്പോഴും മുഖ്യ വിഷയം ആരാധനയായിരുന്നു. ഈ അന്ത്യകാലത്ത് തന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം എല്ലാവരെയും വിളിക്കുന്നു. ഇത് മനസ്സിലാക്കി കോപാകുലനായ പിശാച് തന്നെ ആരാധിക്കുന്നതിന് ജനങ്ങളെ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ കൊന്നുകളയുവാൻ ശ്രമിക്കുന്നു. എല്ലാവരും ആരെയെങ്കിലും അഥവാ എന്തിനെയെങ്കിലും ആരാധിക്കുന്നു. ശക്തി, അഭിമാനം, ആഹാരം, ലോക ഇൻപം, സ്ഥാനമാനങ്ങൾ, ഒരാളിൻ്റെ അഭിപ്രായം മുതലായവയാണ് പലരുടെയും ആരാധന വിഷയങ്ങൾ. പുറപ്പാട് 20-ാം അധ്യായം 3-ാം വചനത്തിൽ ദൈവം പറയുന്നത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ്. നാം ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നാം ദൈവത്തിന് എതിരാണെന്ന് ദൈവം കാണും. ദൈവത്തേക്കാൾ കൂടുതൽ സ്ഥാനം നാം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം നൽകുന്നുണ്ടോ, അതോ അജ്ഞത നിമിത്തം സാത്താനെ എൻ്റെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുകയാണോ? ഇത് ഒരു ഗൗരവമുള്ള ചോദ്യമാണ്. ലൂസിഫറിൻ്റെ തൃപ്തിയില്ലായ്മ ദൈവത്തോടുള്ള തുറന്ന പോരാട്ടമായി മാറി. ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് സ്വർഗത്തിലെ 1/3 ദൂതന്മാർ ലൂസിഫറിനൊപ്പം ചേർന്നു. താൻ നിമിത്തം ലൂസിഫറിനെയും അവൻ്റെ അനുഗാമികളെയും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. 5-മതായി ലൂസിഫറിൻ്റെ മത്സര ഫലമായി സ്വർഗത്തിൽ അവന് എന്ത് ലഭിച്ചു എന്നതിനെക്കുറിച്ച് നോക്കാം. 1/3 ദൂതന്മാർ ലൂസിഫറിനൊപ്പം ചേർന്നതോടെ സ്വർഗത്തിൽ കലാപം ആരംഭിച്ചു. ലൂസിഫറിനെയും അവൻ്റെ അനുഗാമികളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ദൈവം കണ്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു അത്. ദൈവത്തിൻ്റെ സിംഹാസനം പിടിച്ചെടുക്കണമെന്നതായിരുന്നു ലൂസിഫറിൻ്റെ ലക്ഷ്യം. പിശാച് ആദ്യം മുതൽ കുലപാതകനായിരുന്നു എന്ന് യോഹന്നാൻ 8-ാം അധ്യായം 44-ാം വചനത്തിൽ പറയുന്നു. ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും തള്ളിയതിനു ശേഷം അവൻ സാത്താനും പിശാചുമായി തീർന്നു. അവൻ്റെ ദൂതന്മാരെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂസിഫറിൻ്റെ തൃപ്തിയില്ലായ്മ ദൈവത്തോടുള്ള തുറന്ന പോരാട്ടമായി മാറുക തന്നെ ചെയ്തു. 6-മതായി സാത്താൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം എവിടെയാണ്? മനുഷ്യരെക്കുറിച്ച് എന്താണ് അവൻ ചിന്തിക്കുന്നത് എന്ന് നോക്കാം. പൊതുവെയുള്ള അഭിപ്രായത്തിന് വിരുദ്ധമായി സാത്താൻ്റെ തലസ്ഥാനം ഭൂമിയാണ്, നരകമല്ല. ദൈവം ആദാമിന് ഹവ്വയ്ക്ക് ഭൂമിയിന്മേലുള്ള അധികാരം നൽകി. ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വചനത്തിൽ അത് കാണുവാൻ കഴിയുന്നു. അവർ പാപം ചെയ്തപ്പോൾ അവരുടെ അവകാശം സാത്താൻ കൈവശപ്പെടുത്തി. അപ്രകാരം സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായി തീർന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരെ സാത്താൻ കഠിനമായി വെറുക്കുന്നു. അവന് ദൈവത്തെ തൊടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യവർഗത്തിന് നേരെ അവൻ്റെ ഉഗ്രവിഷം കേന്ദ്രീകരിക്കുന്നു. പക നിറഞ്ഞ ദുഷ്ടനായ കുലപാതകനായ പിശാചിൻ്റെ ലക്ഷ്യം നിങ്ങളെ നശിപ്പിക്കുന്നതിലൂടെ ദൈവത്തെ വ്രണപ്പെടുത്തുന്നതാണ്. സാത്താൻ്റെ ആസ്ഥാനം ഭൂമിയാണ്. അവൻ മനുഷ്യനെ വെറുക്കുകയും മനുഷ്യനെ നശിപ്പിക്കുന്നതിലൂടെ ദൈവത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി, എപ്പോൾ എവിടെ വച്ചാണ് സാത്താൻ ശിക്ഷിക്കപ്പെടുന്നത്? എങ്ങനെയുള്ള ശിക്ഷയാണ് സാത്താന് ലഭിക്കുന്നത് എന്ന് നോക്കാം. ലോകാവസാനത്തിങ്കൽ ഭൂമിയിലെ തീപ്പൊയ്കയിൽ സാത്താനെ തള്ളിയിടും. അത് അവന് ചാരമാക്കി നിത്യമായി ഇല്ലായ്മ ചെയ്യും. ഈ തീ എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിക്കും. ഈ സംഭവ വികാസങ്ങളിൽ ദൈവത്തിൻ്റെ പക്ഷത്തുള്ള ഒറ്റ നീതിമാൻ പോലും മരിക്കുകയോ സാത്താൻ്റെ പക്ഷത്തുള്ള ഒറ്റ പാപി പോലും രക്ഷിക്കപ്പെടുകയോ ഇല്ല. അടുത്തതായി, ഭീകരമായ പാപത്തിൻ്റെ പ്രശ്നം നിത്യമായി പരിഹരിക്കപ്പെടും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പാപം ഇനി വീണ്ടും ഉണ്ടാകുമോ എന്ന് നോക്കാം. 2 പ്രധാന സംഭവങ്ങളിലൂടെ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. 1. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ജീവികളും സാത്താനും അവൻ്റെ ദൂതന്മാരും ഉൾപ്പെടെ എല്ലാവരും മുഴങ്കാൽ മടക്കി ദൈവം സത്യവാനും നീതിമാനുമാണെന്ന് പരസ്യമായി ഏറ്റുപറയും. ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യവും അവശേഷിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് തങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് എല്ലാ പാപികളും പരസ്യമായി അംഗീകരിക്കും.
നീതി നടപ്പിലാക്കുന്നതിന് തങ്ങൾ മരിക്കേണ്ടതാണെന്ന് നഷ്ടപ്പെട്ട പാപികൾ അംഗീകരിക്കും. തങ്ങൾ നിത്യമരണത്തിന് അർഹരാണെന്ന് അവർ ഏറ്റുപറയും. 2. പൂർണ്ണമായും അന്തിമമായും നാശത്തോടെ പാപവും പാപികളും പിശാചും അവൻ്റെ ദൂതന്മാരും ഈ അഖിലാണ്ടത്തിൽ നിന്ന് നീക്കം ചെയ്യും. ഈ അഖിലാണ്ടത്തിൽ ഇനിയൊരിക്കലും രണ്ടാമത് പാപം പൊങ്ങി വരികയില്ല. ഈ 2 പ്രധാന സംഭവങ്ങളിലൂടെയും പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. അടുത്തതായി ഈ ഭൂമുഖത്തു നിന്നും പാപത്തിൻ്റെ അന്തിമമായ പൂർണ്ണനാശം ആരാണ് തീർച്ചപ്പെടുത്തുന്നതെന്ന് നോക്കാം. തൻ്റെ ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാൽ യേശു പാപത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നു. അടുത്തതായി മനുഷ്യവർഗത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ മനോഭാവം എന്താണെന്ന് നോക്കാം. പുത്രൻ സ്നേഹിക്കുന്നത് പോലെ പിതാവ് മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നു. നമുക്ക് പിതാവിൻ്റെ സ്വഭാവത്തെ ബോധ്യപ്പെടുത്തി തരികയും പിതാവ് നമ്മെ എത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ മുഖ്യമായ ലക്ഷ്യം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ദൈവം പിശാചിനെ സൃഷ്ടിച്ചുവോ ഇല്ലയോ എന്നതിൻ്റെ സംശയം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.